ഒരു വിജയശ്രീലാളിത നറുക്കെടുപ്പ് നടത്തിയ ഇവിടെ ഏത് തണ്ടിക്കും വിജയശ്രീലാളിതനാകാവിടെ. പോട്ടെ ഓക്കറെ, രാഷ്ട്രീയമാകുമ്പോ തോൽവിയും ജയമൊക്കെ പതിവാ എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. പഠിക്കലെത്തിയപ്പോ കല മുടഞ്ഞു പോകാന്ന് പറഞ്ഞ പോലെയായി. ഏതെങ്കിലും ഒരു ദരിദ്രവാസി തിരിച്ചൊരോട്ട് ചെയ്തിരുന്നെങ്കിൽ. ഏതായാലും ഒന്നുമില്ലാത്തടത്തൊന്നും നമ്മൾ ഇതുവരെ എത്തിയില്ലേ. എങ്കിലും ഒന്നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. അത് ഓർക്കുമ്പോഴാ. സാരമില്ല, ഇനി പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരു MP ആകുന്നതിനേക്കാൾ നല്ലതാണല്ലോ. നിന്റെയൊക്കെ തലയിൽ ഇടുത്തേ വീഴും. ഇവിടെ മാഷാണ് വിഷമിച്ചിരിക്കുക. വിഷമിക്കോടാ, വിഷമിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് അത്താഴക്കഞ്ഞി കരി മേടിക്കാനാ ഇവരുടെ അച്ഛൻ കഞ്ചാവ് ഇടണത്. കാറും ബംഗ്ലാവും ഉണ്ടാക്കാൻ ഇതിനേക്കാൾ വലിയ കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ. അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ നാട്ടുകാരുടെ മുമ്പിൽ കേമത്വം കാട്ടാൻ ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണിട്ടത്. ഇനിയൊന്നും ദൈവം ഒരിക്കലും വെറുതെ വിടുകയല്ല. ഒന്നാലോചിച്ച ദൈവദോഷമാണ് നമ്മൾ കാണിച്ചത്. അവരുടെ ഒരു വോട്ട് തിരിഞ്ഞു വീണിരുന്നെങ്കിൽ ഇപ്പൊ മാഷ് മെമ്പറായിരുന്നു. ഒരു ദിവസം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചുകൊണ്ട് വരിക, പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങൾ തന്നെ വരിക. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കൊച്ചു തെറ്റ് ചെയ്ത ആ പാവത്തിനെ ശിക്ഷിച്ചതിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട് സാർ. സർക്കാരിന്റെ ഭൂമിയിൽ കഞ്ചാവ് കൃഷിയും കള്ളക്കടത്തും നടത്തി കോടികൾ സമ്പാദിക്കുന്ന വലിയ കള്ളന്മാരുണ്ട് ഇവിടെ. അവരെ ഒതുക്കുക, അതാണ് സാർ ഇനി ഞങ്ങളുടെ ലക്ഷ്യം. ആവേശം കയറി സാഹസം ഒന്നും കാട്ടരുത്. നിയമവും നീതിയും എല്ലാം നോക്കി നടത്താൻ ഞങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിനാണല്ലോ സാർ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരുടെ സഹകരണമുണ്ടെങ്കിൽ ഏത് താപ്പാനെയും ഞാൻ ഒതുക്കി തരാം. അങ്ങനെയുള്ള ഒരൊറ്റയാളെ ഈ നാട്ടിലുള്ളൂ, അച്ചായൻ. സർക്കാരിന്റെ ഏക്കർ കണക്കിന് വനത്തിൽ അച്ചായൻ കഞ്ചാവ് നട്ടിട്ടുണ്ട്. അവിടുന്ന് കഞ്ചാവ് വാറ്റി ഓയിലാക്കും, എന്നിട്ടത് മരുന്നാണെന്നുള്ള ലേബലിൽ പുറത്തേക്ക് കടത്തും. സാറിവിടെ പുതിയ ആളായണ്ട് ഇതൊന്നും വലിയ പിടിയുണ്ടാവില്ല. അച്ചായനെ കുറിച്ചുള്ള പഴയ ചില ഫയലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ട ചെയ്യാം. എന്താ? ശരി സാർ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. വരട്ടെ. ഒളിച്ചു മറച്ചൊക്കെ ചെയ്തുകൂടായിരുന്നു. ഇനിയെങ്കിലും ഈ കഞ്ചാവ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ചെല്ലേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടാ. വളരെ ഉപകാരം. സാരമില്ല, സാരമില്ല. അച്ചായനെ പറ്റി പറഞ്ഞത് ശരി കേട്ടിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ ഇലക്ഷൻ വരുവിന് എന്നപ്പം ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞാലല്ലേ കേടക്കട്ടട അച്ചായനിട്ട് ഒരു പാര. ഇത് വെറും ഒരു തുടക്കം മാത്രം. വേഗം കേട്ടടാ.